ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പതുപോലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ നിന്നുള്ള 8ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ നമ്മുടെ ചാനൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക്, കമൻറ്റ് എന്നിവ നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 7ാം ക്ലാസ്സിലെ SCERT 8ാമത്തെ ചാപ്റ്ററായ ആകാശവിസ്മയങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ്? ചന്ദ്രഗ്രഹണം, അതുപോലെ സൂര്യഗ്രഹണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സൂര്യഗ്രഹണം ആഘോഷമാക്കി കേരള ജനത. തിരുവനന്തപുരം സൂര്യഗ്രഹണ കാഴ്ച കാണാൻ നൂറുകണക്കിന് ആളുകൾ കനകക്കുന്ന് കൊട്ടാരത്തിലെത്തി. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും സൂര്യഗ്രഹണം കാണാൻ സംവിധാനമൊരുക്കിയിരുന്നു. അപ്പോൾ സൂര്യഗ്രഹണം എന്ന വിസ്മയത്തെക്കുറിച്ചുള്ളൊരു വാർത്തയാണ് നമുക്കിവിടെ തന്നത്. അപ്പോൾ ഈ വാർത്തയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ഗ്രഹണം സംഭവിക്കുന്നത്? അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കുന്നു എങ്ങനെയാണ് ഗ്രഹണം സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഗ്രഹണം സംഭവിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്തിനെക്കുറിച്ച് പറയണം? ആകാശ കാഴ്ചകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മൾ എന്തിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്? നിഴലുകളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് നിഴലെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ സ്വന്തം നിഴൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മളെ നിഴൽ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഉച്ച സമയത്തൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ നിഴൽ നമ്മുടെ കാലിൻ്റെ ആ ഒരു ചുവട്ടിലായിട്ട് നമുക്ക് തോന്നും. നമ്മൾ നടക്കുന്നതിനനുസരിച്ച് നിഴൽ എന്ത് ചെയ്യും? നമുക്കൊപ്പം നടക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ ഇവിടെ ഒരു മരം തന്നിട്ടുണ്ട്, ആ മരത്തിൻ്റെ നിഴലും തന്നിട്ടുണ്ട്. എന്നിട്ട് മരത്തിൻ്റെ നിഴൽ രാവിലെ ഏത് ദിശയിലായിരിക്കും കാണുക? അപ്പോൾ ഏത് ദിശയിലാണ് മരത്തിൻ്റെ നിഴൽ രാവിലെ കാണുന്നത്? അപ്പം നമുക്കറിയാം, സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്? കിഴക്ക് ദിശയിലാണ്. അപ്പോൾ മരത്തിൻ്റെ നിഴലിൻ്റെ ദിശ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ എവിടെയാ? പടിഞ്ഞാറാണ് മരത്തിൻ്റെ രാവിലത്തെ മരത്തിൻ്റെ നിഴലിൻ്റെ ദിശ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മരത്തിൻ്റെ നിഴൽ വൈകുന്നേരം ഏത് ദിശയിലായിരിക്കും? അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ സൂര്യൻ അസ്തമിക്കുന്നത് പടിഞ്ഞാറാണ്. അപ്പോൾ നേരെ വിപരീത ദിശയിൽ കിഴക്ക് ദിശയിലാണ് എന്ത് ചെയ്യുന്നത്? സൂര്യൻ കിഴക്ക് ദിശയിലാണ് മരത്തിൻ്റെ നിഴൽ കാണപ്പെടുന്നത് വൈകുന്നേരങ്ങളിൽ. ഇനി അതുപോലെ നിഴലിന് ഉച്ചയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? നമുക്കറിയാം, ഉച്ചയ്ക്ക് സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? സൂര്യൻ്റെ സ്ഥാനം നേർമുകളിലായിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മരത്തിൻ്റെ നിഴൽ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? അതിൻ്റെ ചുവട്ടിലായിട്ടായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി ഓരോ സമയത്തും മരത്തിൻ്റെ നിഴലിൻ്റെ വലുപ്പത്തിനും ദിശയ്ക്കും ഉണ്ടാകുന്ന മാറ്റം അത് എന്താണെന്നാണ് പറയുന്നത്. അപ്പം നിഴൽ നോക്കി ചിത്രത്തിൽ സൂര്യൻ്റെ സ്ഥാനം എവിടെയാണെന്ന് വരച്ച് ചേർക്കുക. ഇനി ഇവിടെ ഇതൊക്കെ കുട്ടികൾക്കുള്ള വർക്കാണ് കേട്ടോ. ഇനി ഒരു വസ്തുവിന് എപ്പോഴും ഒരേ ആകൃതിയിലുള്ള നിഴലാണോ ഉണ്ടാകുന്നത്? നമുക്കറിയാം, ഒരു വസ്തുവിന് എപ്പോഴും ഒരേ ആകൃതിയിലുള്ള നിഴലല്ല ഉണ്ടാകുന്നത്. ചിലപ്പോൾ ആ നിഴലിന് നല്ല നീളം കാണും, ചിലപ്പം ആ നിഴൽ വളരെ ചെറുതായിട്ട് തോന്നും. അങ്ങനെ ഓരോ സമയവും നിഴലിൻ്റെ ആകൃതിയിൽ എന്തുണ്ടാകുന്നു? വ്യത്യാസമുണ്ടാകുന്നു. ഇനി നിഴലും പ്രകാശവും. എന്താണ് നിഴലും പ്രകാശവും എന്ന് പറഞ്ഞാൽ? എല്ലാ അതാര്യ വസ്തുക്കൾക്കും നിഴലുണ്ട്. അപ്പോൾ അതാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ അതാര്യ വസ്തുക്കൾക്കും എന്തുണ്ട്? നിഴലുണ്ട്. പ്രകാശ സ്രോതസ്സിൻ്റെ എതിർദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നത്. അപ്പോൾ ഈ നിഴൽ രൂപപ്പെടുന്നത് എവിടെയാണ്? പ്രകാശ സ്രോതസ് എവിടെയാണോ അതിൻ്റെ എതിർദിശയിലായിരിക്കും എന്ത് രൂപപ്പെടുന്നത്? നിഴൽ രൂപപ്പെടുന്നത്. ഗോളാകൃതിയിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കാം, ഗോളാകൃതിയിലുള്ള വസ്തുക്കളുടെ നിഴൽ എപ്പോഴും എങ്ങനെയായിരിക്കും? വൃത്താകൃതിയിലുള്ള നിഴൽ ഉണ്ടാകുന്നത് ഗോളാകൃതിയിലുള്ള വസ്തുക്കൾക്കായിരിക്കാം. ഇനി നമ്മൾ ആകാശഗോളങ്ങളുടെ നിഴലിനെ കുറിച്ചാണ് പറയുന്നത്. ഭൂമിയും ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങളും അതാര്യ വസ്തുക്കളാണ്. അപ്പോൾ ഭൂമി, ചന്ദ്രൻ, അതുപോലെ മറ്റ് ആകാശഗോളങ്ങൾ
ഇവയൊക്കെ എങ്ങനെയാണ്? അതാര്യ വസ്തുക്കളാണ്, അതായത് പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ്. പ്രകാശ സ്രോതസ്സായ, അപ്പോൾ ഇവയ്ക്കൊക്കെ നിഴലുണ്ടോ? നമ്മൾ ആദ്യമേ പഠിച്ചു, അതാര്യ വസ്തുക്കൾക്ക് എന്തുണ്ടാകും? പ്രകാശം കടത്തിവിടാത്തതിനാൽ അവയ്ക്ക് നിഴൽ ഉണ്ടാകും. പ്രകാശ സ്രോതസ്സായ സൂര്യൻ വളരെ വലുതാണെന്നും ഭൂമി സൂര്യനെ അപേക്ഷിച്ച് വളരെ ചെറുതാണെന്നും നമുക്കറിയാം, അല്ലേ? ഇവിടെ തന്നിട്ടുണ്ട്, നമ്മുടെ സൂര്യൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. സൂര്യൻ വളരെ വലുതാണ്, അതുപോലെ ആ സൂര്യനെ അപേക്ഷിച്ച് നമ്മുടെ ഭൂമി എന്താണ്? ചെറുതാണ്, അല്ലേ? അപ്പോൾ സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നതിൻ്റെ രേഖാചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഭൂമി സൂര്യപ്രകാശത്തെ കടത്തിവിടാത്തതിനാൽ മറുഭാഗത്ത് എന്തുണ്ട്? ഇവിടെ നിഴലുണ്ട്, കണ്ടോ? അപ്പോൾ ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗം ചിത്രത്തിൽ എ എന്ന് ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ആ ഭൂമിയുടെ നിഴലിൻ്റെ ആകൃതി ഒരു കോൺ ഐസ്ക്രീം കപ്പ് പോലെ നമുക്ക് തോന്നും, അല്ലേ? കോൺ ഐസ്ക്രീം, ഈ ഇരിക്കുന്നതാണ് കോൺ ഐസ്ക്രീം. ഇതാ കപ്പിൽ എന്താണ്? നമ്മൾ കോൺ ഐസ്ക്രീം വാങ്ങി കഴിക്കുന്നത് പോലെയാണ് ഭൂമിയുടെ നിഴലിൻ്റെ ആ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഭൂമിയുടെ നിഴലുമായി ബന്ധപ്പെട്ടിപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവും. എന്താണെന്ന് നോക്കാം. ഭൂമി ഒരു അതാര്യ വസ്തു ആയതിനാൽ അവിടെ എന്തുണ്ട്? നിഴൽ രൂപപ്പെടുന്നു. നമ്മൾ പഠിച്ചു എന്താണ്? അതാര്യ വസ്തുക്കൾക്കാണ് നിഴൽ രൂപപ്പെടുന്നത്. അതിന് കാരണം അവ പ്രകാശത്തെ കടത്തിവിടുന്നില്ല. സൂര്യന് എതിർദിശയിലായിരിക്കും എപ്പോഴും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത്. അപ്പോൾ ഭൂമി എവിടെയാണോ അതിന് എതിർവശം, നമ്മുടെ സൂര്യന് എതിർവശത്തായിരിക്കും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത്. ഇപ്പം സൂര്യന് അഭിമുഖമായിട്ട് ഭൂമി കാണുന്നു, അതിന് എതിർവശത്താണ് എന്തുള്ളത്? നമ്മുടെ ഭൂമിയുടെ നിഴലുള്ളത്. അകലേക്ക് പോകുന്തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ഇല്ലാതാകുന്നു. അപ്പോൾ അകലേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കും? ഭൂമിയുടെ നിഴൽ ചെറുതായി ഇല്ലാതാകുന്നു. അപ്പോൾ ഭൂമിയുടെ നിഴലിൻ്റെ ആകൃതി എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി എന്താണ്? ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗത്ത് പകലായിരിക്കുമോ രാത്രിയായിരിക്കുമോ? അപ്പോൾ അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. എന്താണ്? ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗത്ത് പകലായിരിക്കുമോ രാത്രിയായിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗം എന്തായിരിക്കും? രാത്രിയായിരിക്കും. ഇനി എല്ലാ ആകാശഗോളങ്ങളുടെയും വലിപ്പം ഒരുപോലെയാണോ? എല്ലാ ആകാശഗോളങ്ങൾക്കും വലിപ്പം ഒരുപോലെയാണോ? അല്ല. എന്താണ്? ആകാശഗോളങ്ങളുടെ വലിപ്പ വ്യത്യാസം അനുസരിച്ച് അവയുടെ നിഴലിൻ്റെ വലിപ്പത്തിനും വ്യത്യാസമുണ്ടാകുന്നു. അപ്പോൾ ആകാശഗോളങ്ങൾക്ക് വലിപ്പ വ്യത്യാസമുള്ളതുപോലെ തന്നെ അവയുടെ നിഴലിനും എന്തുണ്ടാകുന്നു? വലിപ്പ വ്യത്യാസമുണ്ടാകുന്നു. അതുപോലെ നമ്മുടെ ചന്ദ്രനും എന്തുണ്ടാകുന്നു? നിഴലുണ്ടാകുന്നു. അപ്പോൾ ചന്ദ്രനും ഇതുപോലെ എന്തുണ്ട്? നിഴലുണ്ട്. ഒരു ആകാശഗോളത്തിൽ പ്രകാശം പതിയുന്ന ഭാഗത്ത് പകലും നിഴലുണ്ടാകുന്ന ഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. അപ്പോൾ നമ്മളൊരു ആകാശഗോളം എടുക്കുകയാണെങ്കിൽ ഏതൊരു ഗോളമോ ആവട്ടെ, അതിൻ്റെ ആ പ്രകാശം പതിയുന്ന ഭാഗത്ത് എന്തായിരിക്കും? പ്രകാശമുള്ള സ്ഥലം എന്ന് പറയുന്നത് അവിടെ പകലായിരിക്കും. ഇനി നിഴലുള്ള ഭാഗം എങ്ങനെയായിരിക്കും? അവിടെ രാത്രിയും അനുഭവപ്പെടുന്നു. ഇനി ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നത് ആണ് അടുത്ത് നമ്മൾ പറയുന്നത്. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ഗോളമാണ്. അപ്പോൾ ചന്ദ്രൻ എന്ത് ചെയ്യുന്നു? ഭൂമിയെ പരിക്രമണം ചെയ്യുന്നു. ഇവിടെ ഭൂമി ആരെയാണ് പരിക്രമണം ചെയ്യുന്നത്? ഭൂമി സൂര്യനെയാണ് പരിക്രമണം ചെയ്യുന്നത്. അപ്പോൾ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാൻ സാധ്യതയുള്ള സ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ആരാണ്? സൂര്യൻ. നമ്മുടെ ഭൂമി ആരെ പരിക്രമണം ചെയ്യുന്നു? ഭൂമി സൂര്യനെ പരിക്രമണം ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മുടെ ചന്ദ്രൻ ആരെയാണ് പരിക്രമണം ചെയ്യുന്നത്? ഭൂമിയെ പരിക്രമണം ചെയ്യുന്നു. അങ്ങനെ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാൻ സാധ്യതയുള്ള സ്ഥാനം ഇതിലേതാണ്? അപ്പോൾ ഇവിടെ ഏതെന്ന് നോക്കേ. ഇവിടെ അല്ല, ഇത് സൂര്യൻ്റെ അതായത് ഇവിടെ തെറ്റാണ്. കാരണം ഭൂമിയുടെ നിഴലിലല്ല ചന്ദ്രൻ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. ഇതാണ് ഭൂമിയുടെ നിഴൽ. ഈ ഭൂമിയുടെ നിഴലിൽ ആരുണ്ട്? ചന്ദ്രനുണ്ട്. ഇതാണ് ശരി.
താഴെ കൊടുത്തിട്ടുള്ള ചിത്രത്തിൽ സൂര്യൻ, ഭൂമി എന്നീ ആകാശഗോളങ്ങളും ചന്ദ്രൻ്റെ പരിക്രമണ പാതയുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതിലെന്തൊക്കെയാണ് തന്നത്? ഇതിൽ നമ്മുടെ സൂര്യൻ, ഭൂമി എന്നീ ആകാശഗോളങ്ങളും അതിൽ ചന്ദ്രൻ്റെ പരിക്രമണ പാതയുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പരിക്രമണം ചെയ്യുന്ന പാതയിലെ വിവിധ സ്ഥലങ്ങളാണ് B, C, D എന്നിവ. അപ്പോൾ നമ്മുടെ ചന്ദ്രൻ എന്ത് ചെയ്യുന്നു? ഭൂമിക്ക് ചുറ്റും പരിക്രമണം ചെയ്യുന്നു. അപ്പോൾ ആ പരിക്രമണം ചെയ്യുന്ന പാതയിലെ വിവിധ സ്ഥാനങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ B തന്നിട്ടുണ്ട്, C തന്നിട്ടുണ്ട്, D തന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഇവയിൽ ഏത് സ്ഥാനത്തെത്തുമ്പോഴാണ് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ പ്രവേശിക്കുന്നത്? ഇപ്പോൾ ഏത് സ്ഥാനത്തെത്തുമ്പോഴാണ്? Bയിലെത്തുമ്പോഴാണ് നമ്മുടെ ചന്ദ്രൻ ആരുടെ നിഴലിൽ പ്രവേശിക്കുന്നത്? ഭൂമിയുടെ നിഴലിൽ പ്രവേശിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഏത് സ്ഥാനത്ത് എത്തുമ്പോഴാണ് ചന്ദ്രൻ പൂർണ്ണമായും ഭൂമിയുടെ നിഴലിൽ വരുന്നത്? അതെവിടെ എത്തുമ്പോഴാണ്? പൂർണ്ണമായും വരുന്നത് Cയിലെത്തുമ്പോഴാണ്. ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ നിന്ന് പൂർണ്ണമായും പുറത്തെത്തുന്ന സ്ഥാനം ഏതാണ്? അപ്പോൾ ഇതിൽ ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ നിന്ന് പൂർണ്ണമായും പുറത്തെത്തുന്നത് എവിടെയാണ്? Dയിലാണ്. അപ്പോൾ ഇതാണ് ചന്ദ്രൻ്റെ നിഴലെന്ന് പറയുന്നത്. ഭൂമി മറയുമ്പോഴുണ്ടാകുന്ന ചന്ദ്രൻ്റെ നിഴലാണ് നമ്മൾ പറഞ്ഞത്. ഇനി മുകളിലെ ചിത്രത്തിൽ സൂര്യപ്രകാശം പതിയുന്ന ചന്ദ്രൻ്റെ ഭാഗമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. അപ്പോൾ ഇവിടെ സൂര്യപ്രകാശം പതിയുന്ന ആരുടെയാ? ഭൂമിയുടെ ചിത്രമാണ്. നമ്മുടെ ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? സൂര്യപ്രകാശം പതിയുന്ന ചന്ദ്രൻ്റെ ഭാഗമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. ഇനി ഈ ദിവസം ഭൂമിയിൽ നിന്ന് നമുക്ക് ആരെ കാണാൻ സാധിക്കും? നമ്മുടെ ചന്ദ്രനെ കാണാൻ സാധിക്കും. എന്നാൽ C എന്ന സ്ഥാനത്തെത്തുമ്പോൾ ചന്ദ്രനെ കാണാൻ കഴിയില്ല. അതിന് കാരണം എന്താണ്? ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമ്മുടെ ചന്ദ്രനെ ഇത് C എന്ന സ്ഥാനത്തെത്തുമ്പോൾ നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ചന്ദ്രഗ്രഹണത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സ്. അപ്പോൾ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ സൂര്യനുണ്ട്, ഇത് സൂര്യൻ. ഇനി ആരാ? ഇത് നമ്മുടെ ഭൂമി, ഇത് നമ്മുടെ ചന്ദ്രൻ. അപ്പോൾ എന്താണ്? ചന്ദ്രൻ ഭൂമിയെ ഇങ്ങനെ പരിക്രമണം ചെയ്യുകയാണ്. അപ്പോൾ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു? സൂര്യനും നമ്മുടെ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ വരുന്നു. അതായത് ഭൂമി ഇവിടെ വരും. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിലായിട്ട് ആര് വരുന്നു? ഭൂമി വരുന്നു. അപ്പോൾ ഈ സമയം ഭൂമിയുടെ നിഴലിലാണ് ആര്? അപ്പോൾ ഇവിടെ ഈ ഭൂമിയുടെ നിഴൽ കൊണ്ട് ആര് മറയുന്നു? ചന്ദ്രന് മറയുന്നു. അപ്പോൾ ഭൂമിയുടെ നിഴലിലായിരിക്കും ചന്ദ്രൻ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ചന്ദ്രനും അതുപോലെ സൂര്യനും ചന്ദ്രനും ഭൂമിയും എന്ത് ചെയ്യുന്നു? നേർരേഖയിൽ വരുന്നു. അപ്പോൾ ഇതിൽ ഭൂമി ഏത് ഭാഗത്താണ്? ഭൂമിയാണ് മധ്യത്ത് വരുന്നത്. അതുകൊണ്ട് ഭൂമിയുടെ നിഴലിലാണ് ആര് കാണുന്നത്? ചന്ദ്രൻ കാണപ്പെടുന്നത്. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം ആരാണ്? സൂര്യൻ. പിന്നെ നടുക്ക് വരുന്നത് ആരാണ്? ഭൂമി വരുന്നു. പിന്നെ ഇവിടെ ആരാണ്? ചന്ദ്രൻ. അപ്പോൾ നമുക്ക് എന്താണ്? സണ്ണ്, എർത്ത്, മൂണ്, സെം എന്ന് വായിക്കാം. അപ്പോൾ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് സെമ്മിലാണ്. നമ്മൾ സെമസ്റ്റർ എക്സാം ഒക്കെ എഴുതുമല്ലോ. അപ്പോൾ സെമ്മിലാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നതെന്ന് ആലോചിച്ചാൽ മധ്യത്താരാണ്? ചന്ദ്രഗ്രഹണത്തിൻ്റെ മധ്യത്താര വരും? നമ്മുടെ എർത്താണ് വരുന്നത്, ഭൂമി വരും. ആകാശത്ത് ദൃശ്യമാകുന്ന മനോഹര പ്രതിഭാസങ്ങളിൽ ഒന്നാണ് ചന്ദ്രഗ്രഹണം. അപ്പോൾ ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആകാശത്ത് ദൃശ്യമാകുന്ന മനോഹരമായ പ്രതിഭാസമാണ്. പൂർണ്ണഗ്രഹണ സമയത്ത് ചന്ദ്രൻ ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറത്തിൽ മങ്ങിയാണ് കാണപ്പെടുന്നത്. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ പൂർണ്ണഗ്രഹണ സമയത്ത് ചന്ദ്രൻ ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? ചന്ദ്രൻ്റെ നിറം എന്താണ്? ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറത്തിൽ മങ്ങിയാണ് ചന്ദ്രൻ കാണപ്പെടുന്നത്. എപ്പോൾ?
നമ്മുടെ ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ പൂർണ്ണഗ്രഹണ സമയത്ത് ചന്ദ്രൻ കാണപ്പെടുന്നത് ഇങ്ങനെയാണ്. ഇനി ഭൂമിയും ചന്ദ്രൻ്റെ നിഴലുമാണ് നമ്മൾ പറയുന്നത്. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഭൂമിയേക്കാൾ ചെറിയ ഗോളമാണ് നമ്മുടെ ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വരുന്നു. ഇവിടെ സൂര്യൻ വരുന്നു, ഇവിടെ ആരാണ്? ഇത് ചന്ദ്രൻ, ഇതാരാ? ഭൂമി. അപ്പോൾ ഇതിനിടയിൽ ആര് വരുമ്പോൾ? ചന്ദ്രൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ എന്ത് ചെയ്യുന്നു? നേർരേഖയിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഭൂമിയേക്കാൾ ചെറിയ ഗോളമായ ചന്ദ്രൻ്റെ നിഴലിനെ ഭൂമിയെ പൂർണ്ണമായും മറയ്ക്കാൻ സാധിക്കില്ല. പക്ഷേ എന്താണ്? എന്നാലും ചെറിയൊരു നിഴൽ എവിടെ ഉണ്ടാകുന്നു? ഭൂമിയിലുണ്ടാകുന്നു. ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിലുണ്ടാകുന്നു. അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയെ പൂർണ്ണമായും മറയ്ക്കുമോ? ഇല്ല. ചന്ദ്രനേക്കാൾ വലുതാണ് ഭൂമി. അതുകൊണ്ട് ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയെ എന്ത് ചെയ്യത്തില്ല? പൂർണ്ണമായും മറയ്ക്കില്ല. ഭൂമിയിൽ ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന ഭാഗത്തുള്ളവർക്ക് ആ സമയം ആരെ കാണാൻ കഴിയില്ല? സൂര്യനെ കാണാൻ കഴിയില്ല. അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ വീഴുന്ന ആ ഭാഗത്തുള്ളവർക്ക് ആരെ കാണാൻ പറ്റില്ല? നമ്മുടെ സൂര്യനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ചന്ദ്രൻ സൂര്യനെ മറക്കുന്നതല്ല കേട്ടോ, മറയ്ക്കുന്നത് കൊണ്ടാണ് ആ സമയം എന്ത് ചെയ്യുന്നത്? സൂര്യനെ കാണാൻ സാധിക്കാത്തത്. അപ്പോൾ ചന്ദ്രൻ എന്ത് ചെയ്യുന്നു? ചന്ദ്രൻ ആ സമയത്ത് സൂര്യനെ മറയ്ക്കുന്നു. അതുകൊണ്ട് ആരെ കാണാൻ പറ്റില്ല? നമുക്ക് സൂര്യനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് സൂര്യഗ്രഹണം. ഈ പ്രതിഭാസം പകലാണോ രാത്രിയാണോ ഉണ്ടാകുന്നത്? സൂര്യഗ്രഹണം സൂര്യനുള്ള സമയത്തല്ലേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ പകലാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന ആ ഒരു ഭൂപ്രദേശത്തുള്ളവർക്ക് മാത്രമേ എന്ത് ദൃശ്യമാകാൻ കഴിയത്തുള്ളൂ? സൂര്യഗ്രഹണം ദൃശ്യമാവുകയുള്ളൂ. ഇനി വിവിധ സൂര്യഗ്രഹണങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. പൂർണ്ണ സൂര്യഗ്രഹണമുണ്ട്, വലയ സൂര്യഗ്രഹണമുണ്ട്, ഭാഗിക സൂര്യഗ്രഹണവുമുണ്ട്. പൂർണ്ണ സൂര്യഗ്രഹണവും വലയ സൂര്യഗ്രഹണവും ഭാഗിക സൂര്യഗ്രഹണവും നമുക്ക് ദൃശ്യമാകാറുണ്ട്. ഇനി സൂര്യഗ്രഹണം നിരീക്ഷിക്കുന്നതാണ് നിരീക്ഷണ മാർഗങ്ങൾ. എങ്ങനെയൊക്കെ നമുക്ക് സൂര്യഗ്രഹണം നിരീക്ഷിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രഗ്രഹണം നമുക്ക് നേരിട്ട് നിരീക്ഷിക്കാം. ചന്ദ്രൻ ഗ്രഹണം നേരിട്ട് കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സൂര്യഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കുന്നത് അപകടമാണ്. അപ്പോൾ നമ്മൾ സൂര്യഗ്രഹണം സുരക്ഷിത മാർഗങ്ങളിലൂടെയല്ല നിരീക്ഷിക്കുന്നത്, കണ്ണിന് ഹാനികരമാണ്. അതിനാൽ ഫിൽട്ടറുകൾ ഉപയോഗിച്ചും വിവിധ രീതിയിൽ സൂര്യരശ്മികൾ പതിപ്പിച്ചും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സൂര്യഗ്രഹണം നിരീക്ഷിക്കാവൂ. ടെലസ്കോപ്പ്, ബൈനോക്കുലർ എന്നിവയിൽ ഗുണമേന്മയുള്ള ഫിൽട്ടർ ഉപയോഗിച്ച് ഗ്രഹണം നിരീക്ഷിക്കാം. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഗ്രഹണം നിരീക്ഷിക്കാം? നമ്മുടെ ടെലസ്കോപ്പ്, അതുപോലെ ബൈനോക്കുലർ എന്നിവയിൽ ഗുണമേന്മയുള്ള ഫിൽട്ടറുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂര്യപ്രകാശം നിരീക്ഷിക്കാൻ പറ്റും. സൂര്യഗ്രഹണം അലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗ്ലിറ്റർ പേപ്പറുകൾ, സുരക്ഷിതമല്ലാത്ത എക്സ്റേ ഫിലിമുകൾ എന്നിവ സൂര്യഗ്രഹണ നിരീക്ഷണത്തിന് ഉപയോഗിക്കരുത്. അപ്പോൾ എന്തൊക്കെ സൂര്യഗ്രഹണ നിരീക്ഷണത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? നമ്മുടെ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ഗ്ലിറ്റർ പേപ്പറുകളുണ്ട്, അവയും സുരക്ഷിതമല്ലാത്ത എക്സ്റേ ഫിലിമുകൾ എന്നിവ സൂര്യഗ്രഹണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. സോളാർ ഫിൽട്ടർ, കണ്ണട ഉപയോഗിക്കാം. പിൻ ഹോൾ പ്രൊജക്ടർ, ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്ന സോളാർ ഫിൽറ്റർ, ടെലസ്കോപ്പ് ഉപയോഗിച്ചുള്ള പ്രൊജക്ഷൻ രീതി ഒക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഗ്രഹണം മുൻകൂട്ടി അറിയാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം എന്താണ് ഗ്രഹണം മുൻകൂട്ടി അറിയാൻ ഒട്ടേറെ സോഫ്റ്റ്വെയറുകളും ആപ്പുകളും ലഭ്യമാണ്. ഇത്തരം ആപ്പുകളോ സോഫ്റ്റ്വെയറുകളോ ഉപയോഗിച്ച് ഗ്രഹണം ഏറ്റവും മനോഹരമായി കാണാൻ കഴിയുന്നത് എവിടെ, ഏത് സമയത്താണ് എന്ന് നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കും. കഴിഞ്ഞുപോയ ഗ്രഹണങ്ങളുടെ ദൃശ്യങ്ങൾ വീണ്ടും കാണാനും ഇവയിലൂടെ സാധിക്കും. അപ്പോൾ കഴിഞ്ഞുപോയ ഗ്രഹണങ്ങളുണ്ടല്ലോ, അവയുടെ ദൃശ്യങ്ങളും എന്തിലൂടെ കാണാൻ സാധിക്കും? ഈ സോഫ്റ്റ്വെയറുകളും ആപ്പുകളും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കാണാം. ഇനി നിലാവിൻ്റെ പൊരുളെന്ന് പറയുന്നൊരു ഭാഗമാണ് നമ്മൾ പറയുന്നത്. എന്താണ്? രാത്രി ആകാശത്ത് മനോഹരമായി പ്രകാശിക്കുന്ന ചന്ദ്രനെ കണ്ടിട്ടില്ല. അപ്പം നമ്മൾ രാത്രി എന്താണ് ആകാശത്ത് മനോഹരമായിട്ട് ആര് പ്രകാശിക്കാറുണ്ട്? ചന്ദ്രൻ പ്രകാശിക്കാറുണ്ട്. സ്വയം പ്രകാശിക്കാത്ത
സ്വയം പ്രകാശിക്കാത്ത ചന്ദ്രൻ എങ്ങനെയാണ് ഭംഗിയായി ശോഭിക്കാൻ കഴിയുന്നത്? അപ്പോൾ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സ്വയം പ്രകാശിക്കാത്തൊരു വസ്തുവാണ് ആര്? നമ്മുടെ ചന്ദ്രൻ എന്ന് പറയുന്നത്. ഇനി ചന്ദ്രൻ്റെ ശോഭയുടെ കാരണം എന്താണ്? അപ്പോൾ ചന്ദ്രൻ ചുമ്മാ ശോഭിക്കത്തില്ലല്ലോ, എന്തായാലും അതിൻ്റെ ശോഭയുടെ കാരണം എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ സൂര്യപ്രകാശം ഒരേ സമയം ഭൂമിയിലും ചന്ദ്രനിലും പതിക്കുന്നത് കാണുന്നില്ലേ? അപ്പോൾ ഇവ അതാര്യ വസ്തുക്കളായതിനാൽ പ്രകാശത്തെ എന്ത് ചെയ്യുന്നില്ല? പ്രതിഫലിപ്പിക്കില്ലേ? അപ്പോൾ നമുക്കറിയാം അതാര്യ വസ്തുക്കൾ എന്ത് ചെയ്യും? പ്രകാശത്തെ പ്രതിഫലിപ്പിക്കും. നമ്മുടെ ആരാണ്? സൂര്യൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അതാര്യ വസ്തുക്കൾ ഭൂമിയും ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങളുമൊക്കെ എന്താണ്? അതാര്യ വസ്തുക്കളാണ്. ഈ അതാര്യ വസ്തുക്കൾ ആരെ പ്രതിഫലിപ്പിക്കും? പ്രകാശത്തെ പ്രതിഫലിപ്പിക്കും. അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നെ തന്നിട്ടുണ്ട്. എന്താണ്? നമ്മുടെ സൂര്യൻ്റെ പ്രകാശം ഏൽക്കുമ്പോൾ ചന്ദ്രൻ അത് തിരിച്ച് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇനി സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിപതിച്ചു വരുന്നതിനെയാണ് നമ്മൾ നിലാവെളിച്ചം എന്ന് പറയുന്നത്. അപ്പം നിലാവെളിച്ചം എന്ന് പറയുമ്പോൾ നമ്മൾ പറയൂലേ നിലാവുള്ള രാത്രി അല്ലേ, നല്ല നിലാവുള്ള രാത്രി എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ നിലാവെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിപതിച്ച് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നിലാവെളിച്ചം എന്ന് പറയുന്നത്. ചന്ദ്രൻ്റെ ഉപരിതലം പരുപരുത്തതാണ്. അങ്ങനെയെങ്കിൽ നിലാവെളിച്ചം ഉണ്ടാകുന്നത് ക്രമപ്രതിപതനം മൂലമാണോ വിസരിത പ്രതിപതനം മൂലമാണോ എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ ചന്ദ്രൻ്റെ നിലാവെളിച്ചമുണ്ടാകുന്നത് ക്രമപ്രതിപതനം മൂലമാണോ വിസരിത പ്രതിപതനം മൂലമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഉപരിതലം എന്ന് പറയുന്നത് എന്താണ്? പരുപരുത്തതാണ്. അപ്പോൾ പരുപരുത്ത വസ്തുക്കളിൽ പ്രകാശം തട്ടുമ്പോൾ അത് വിസരിത പ്രതിപതനത്തിന് വിധേയമാകുന്നു. അപ്പോൾ ചന്ദ്രനിലുണ്ടാകുന്ന പ്രതിപതനം എന്താണ്? വിസരിത പ്രതിപതനമാണ്. ഇനി നമ്മൾ നിലാവിനെ അല്ലെങ്കിൽ മൂൺ ലൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപതിച്ച് ഭൂമിയിലെത്തുന്നതാണ് നാം രാത്രിയിൽ കാണുന്ന നിലാവ്. അപ്പോൾ നമ്മുടെ നിലാവ് എന്താണ്? ഉപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നു? വിസരിതമായി പ്രതിപതിച്ച് ഭൂമിയിലെത്തുന്നതാണ് എന്തെന്ന് പറയുന്നത്? നാം കാണുന്ന നിലാവ് എന്ന് പറയുന്നത്. നിലാവ് കൂടുതലുള്ള രാത്രികളും നിലാവ് തീരെ ഇല്ലാത്ത രാത്രികളും നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ഇതിന് കാരണമെന്ന് നമുക്ക് ശ്രമിക്കാം. അപ്പം നിലാവ് കൂടുതലുള്ള രാത്രികളുണ്ട്, നിലാവ് കുറച്ചുള്ള രാത്രികളുണ്ട്. അപ്പോൾ ഇതിന് കാരണം എന്താണ്? നമുക്ക് നോക്കാം. ഇനി ചന്ദ്രൻ്റെ കലകൾ. സൂര്യനെ നമ്മൾ എല്ലാ ദിവസവും കാണുന്നത് ഒരേ ആകൃതിയിലല്ലേ? അപ്പോൾ നമ്മുടെ സൂര്യനിൽ എന്തല്ല വ്യത്യാസമൊന്നുമില്ല. എല്ലാ ദിവസവും നമ്മൾ സൂര്യൻ്റെ ആകൃതി ഒരേ രീതിയിലാണ് കാണുന്നത്. പക്ഷേ വിവിധ ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന ചന്ദ്രൻ്റെ ആകൃതി വ്യത്യസ്തമാണ് അല്ലേ? ഗോളാകൃതിയിലുള്ള ചന്ദ്രനെ എന്തുകൊണ്ടാണ് വിവിധ ദിവസങ്ങളിൽ വ്യത്യസ്ത ആകൃതിയിൽ കാണുന്നത്? അപ്പോൾ ചന്ദ്രൻ്റെ ആകൃതി എന്ന് പറഞ്ഞാൽ ഗോളാകൃതിയിലാണ്. പക്ഷേ നമ്മൾ കാണുമ്പോൾ വിവിധ ദിവസങ്ങളിൽ ചന്ദ്രൻ്റെ ആകൃതി വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ്? ഇവിടെ 3 രീതിയിലുള്ള ചന്ദ്രൻ്റെ ആകൃതിയാണ് ഈ തന്നിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു കുട്ടി വിവിധ ദിവസങ്ങളിൽ സൂര്യാസ്തമയ ശേഷം ചന്ദ്രനെ ആകാശത്ത് കണ്ട സ്ഥാനവും ആകൃതിയുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. തന്നിരിക്കുന്ന ചിത്രത്തെ നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി എന്താണ് വിവിധ ദിവസങ്ങൾ ചെയ്ത ചന്ദ്രൻ്റെ ആകൃതിയാണ് ഈ തന്നിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഓരോ സ്ഥാനത്തെത്തുമ്പോഴും ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വ്യത്യാസപ്പെടുന്നില്ലേ? അപ്പോൾ ഓരോ സ്ഥാനത്തെത്തുമ്പോഴും ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൽ എന്തുണ്ട്? വ്യത്യസ്തതയുണ്ട്. ഇവിടെ ഡിയിലെത്തുമ്പോൾ പൂർണ്ണമായും നിഴൽ ഉണ്ട്. ഇവിടെ കുറച്ചുകൂടി പ്രകാശമുണ്ട്. ഇവിടെ എന്താണ്? പകുതി പ്രകാശവും പകുതി ഇരുട്ടുമാണ്. ഇവിടെ എന്താണ്? വളരെ കുറച്ച് മാത്രം പ്രകാശിത ഭാഗമുണ്ട്. ഇതെങ്ങനെയാണ്? പൂർണ്ണമായും പ്രകാശിത ഭാഗമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഒരു ചന്ദ്രൻ്റെ വിവിധ ദിവസങ്ങളിലുള്ള
ചിത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നോക്കിയേ, ചന്ദ്രൻ ഡി എന്ന സ്ഥലത്തെത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചന്ദ്രൻ്റെ നിഴൽ ഭാഗം പൂർണ്ണമായി ഭൂമിക്ക് അഭിമുഖമായി വരുന്നു. അപ്പോൾ ഡി ഭാഗത്ത് ചെല്ലുമ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭാഗം എന്ത് ചെയ്യുന്നു? പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നു. ഇനി ഈ ഭാഗത്ത് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ചന്ദ്രൻ ഈ എന്ന സ്ഥാനത്തെത്തുമ്പോൾ പകുതി പ്രകാശിത ഭാഗവും പകുതി നിഴൽ ഭാഗവും ഭൂമിക്ക് അഭിമുഖമായി വരുന്നു. അപ്പോൾ ചന്ദ്രൻ ഈ എന്ന സ്ഥാനത്തെത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പകുതി പ്രകാശിത ഭാഗവും പകുതി നിഴൽ ഭാഗവും എവിടെ എത്തും? ചന്ദ്രനിൽ എത്തും. ഇനി നമ്മൾ പറയുന്നത് ചന്ദ്രൻ എഫ് എന്ന സ്ഥാനത്തെത്തുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം എങ്ങനെയാണ്? പ്രകാശിത ഭാഗം പൂർണ്ണമായി ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് ചന്ദ്രൻ എഫിലെത്തുമ്പോൾ സംഭവിക്കുന്നത്. ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്, നമുക്ക് നോക്കിപ്പോകാം. ഇവിടെയാണ് ഉണ്ടാകുന്ന എന്താണ്? പ്രകാശിത ഭാഗം പൂർണ്ണമായും ചന്ദ്രൻ്റെ നമുക്ക് കാണാൻ പറ്റും. പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ടും ആ എഫിൽ നമുക്ക് കാണാൻ കഴിയും. അത് ഭൂമിക്ക് എങ്ങനെയാണ്? ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ട് ആർക്ക് അഭിമുഖമായി വരും? നമ്മുടെ ഭൂമിക്ക് അഭിമുഖമായിട്ട് വരും. ഇനി നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അമാവാസിയും പൗർണമിയെയും കുറിച്ചാണ് പറയുന്നത്. ചന്ദ്രൻ്റെ നിഴൽഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ് ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? പൂർണ്ണമായും ചന്ദ്രൻ്റെ നിഴൽ ആർക്ക് അഭിമുഖമാണ്? ഭൂമിക്ക് അഭിമുഖമായിരിക്കും. ഈ ദിവസം നമുക്ക് ആരെ കാണാൻ സാധിക്കില്ല? ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി അഥവാ വെളുത്ത പക്ഷം എന്ന് പറയുന്നത്, വെളുത്ത വാവ് എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം നമുക്ക് പൂർണ്ണമായി കാണാൻ പറ്റുന്നത് ഏത് ദിവസമാണ്? ഈ ചന്ദ്രൻ്റെ പൗർണമി ദിവസങ്ങളിൽ, വെളുത്ത വാവ് ദിവസങ്ങളിലാണ്. ഇനി ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ പകുതിയും നിഴൽ ഭാഗത്തിൻ്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ കാണുന്നതാണ് അർദ്ധചന്ദ്രൻ. അപ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ പകുതിയും നമ്മുടെ നിഴൽ ഭാഗത്തിൻ്റെ പകുതിയും ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും. പ്രകാശിത ഭാഗവും നമുക്ക് കാണാൻ പറ്റുന്നതാണ് അർദ്ധചന്ദ്രൻ എന്ന് പറയുന്നത്, അല്ലേ? ഇനി നമ്മൾ പറയുന്നത് വൃദ്ധിയും ക്ഷയവുമാണ്. ചുവടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. അമാവാസി മുതൽ പൗർണമി വരെയും പൗർണമി മുതൽ അമാവാസി വരെയുമുള്ള ചന്ദ്രൻ്റെ എന്താണ് തന്നിരിക്കുന്നത്? പൗർണമി വരെയും പൗർണമി മുതൽ അമാവാസി വരെയുമുള്ള ചന്ദ്രൻ്റെ പരിക്രമണമാണ് രണ്ട് ചിത്രങ്ങളിലായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ചിത്രം ഒന്ന് കണ്ട് മനസ്സിലാക്കാം. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഈസ്റ്റിൽ വരുമ്പോൾ എന്താണ്? ചന്ദ്രൻ്റെ പ്രകാശിത പൂർണ്ണമായിട്ടും ചന്ദ്രൻ ഭൂമിക്ക് അഭിമുഖമായിട്ട് പ്രകാശിക്കുന്നു. അതായത് ഇവിടെ പൗർണമിയാണ്. ഇവിടെ കുറച്ചുകൂടി പ്രകാശം കുറവാണ്. ഇനി വെസ്റ്റിലോട്ട് പോകുമ്പോൾ വളരെ കുറച്ച് മാത്രം. അതായത് നമുക്ക് ഇവിടെ അർദ്ധചന്ദ്രനെയും കാണാം, ഇവിടെ നിഴൽ ഭാഗം കൂടിയ ചന്ദ്രനെയും കാണാം. ഇനി ഇവിടെ വരുമ്പോൾ വീണ്ടും കിഴക്ക് ഭാഗത്താണ് നമുക്ക് പൂർണ്ണചന്ദ്രനെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഇവിടെ പൂർണ്ണചന്ദ്രൻ കാണുന്നു, പിന്നെ നിഴൽ ഭാഗം കുറയുന്നു, വീണ്ടും നിഴൽ ഭാഗം കൂടി 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 ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെയാണെങ്കിലോ ഇവിടെ പൂർണ്ണചന്ദ്രനാവുന്നു, പിന്നീട് നിഴൽ ഭാഗം ഇങ്ങനെ കിഴക്കിലോ നിന്ന് വെസ്റ്റിലോട്ട് കൂടി കൂടി പോകുന്നു. അപ്പോൾ ഏത് ചിത്രത്തിലാണ് ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ വർദ്ധിച്ചു വരുന്നതായി കാണുന്നത്? അപ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നത് എവിടെയാണ്? ഈ രണ്ടാമത്തെ ചിത്രത്തിലാണ്, അല്ലേ? ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്ന് ഇങ്ങനെ 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 കൂടി 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 വരുന്നതായിട്ട് തോന്നാം. ഇനി ഏത് ചിത്രത്തിലാണ് പ്രകാശിത ഭാഗവും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കുറഞ്ഞു വരുന്നതായി കാണുന്നത്? അപ്പോൾ പ്രകാശിത ഭാഗം കുറഞ്ഞു വരുന്നതായി കാണപ്പെടുന്നത് ഏത് ചിത്രത്തിലാണ്? ഇവിടെയാണ്, അല്ലേ? പ്രകാശിത ഭാഗം ഇവിടെ നിന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? കുറഞ്ഞു 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 വരുന്നു. ഇവിടെ കൂടിയതിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞു 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 വരുന്നു. ഇനി വൃദ്ധിക്ഷയം
അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ കൂടി വരുന്നു. അപ്പോൾ നമ്മൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ്, കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ എന്ത് ചെയ്യുന്നു, കൂടി കൂടി വരുന്നു. ഈ കാലയളവിന് നമ്മൾ എന്തെന്ന് പറയുന്നു, വൃദ്ധി അഥവാ വെളുത്ത പക്ഷം എന്നാണ് പറയുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഇപ്പോൾ ഭൂമിയിൽ നിന്ന് കാണുമ്പോൾ കറുത്ത വാവ് കഴിഞ്ഞ് കുറച്ചുകൂടി പ്രകാശം, വീണ്ടും പ്രകാശം, അങ്ങനെ എന്ത് ചെയ്യുന്നു, വെളുത്ത വാവ് വരെ കൂടി കൂടി വരുന്നു പ്രകാശം. അപ്പോൾ ഈ കാലയളവാണ് എന്ത്, വൃദ്ധി അഥവാ വെളുത്ത പക്ഷം എന്ന് പറയുന്നത്. ഇനി ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെ എങ്ങനെയാണ്, കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പോൾ ഈ കാലയളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ഷയം അഥവാ കറുത്ത പക്ഷം എന്ന് പറയുന്നത്. ഇനി ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത്, ഈ വൃദ്ധിക്ഷയം എന്ന് പറയുന്നത്. അപ്പോൾ വൃദ്ധിക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും അതുപോലെ നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നത് എങ്ങനെയാണ്, വ്യത്യാസം കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, വൃദ്ധിക്ഷയങ്ങൾ സംഭവിക്കുന്നത്. ഇനി നമ്മൾ ചന്ദ്രനിലിറങ്ങിയ ഇന്ത്യൻ വിസ്മയത്തെക്കുറിച്ചാണ് പറയുന്നത്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണ് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. 2023 ഓഗസ്റ്റ് 14-നാണ് ജൂലൈ 14-നാണ് എന്ത് വിക്ഷേപിച്ചത്, ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത് ജൂലൈ 14-നാണ് 2023. ഇനി ഇത് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ എത്തുന്നതെന്നാണ് 2023 ഓഗസ്റ്റ് 23-നാണ് എത്തുന്നത്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് അരികിൽ സുരക്ഷിതമായിട്ട് ഇറങ്ങുന്ന 4ാമത്തെ രാജ്യം, ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യം കൂടിയാണ് ആര്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ ഭാവിയിൽ ചന്ദ്രനിൽ നിന്ന് പാറയും മണ്ണും ഭൂമിയിലെത്തിക്കാനുള്ള ചന്ദ്രയാൻ ദൗത്യങ്ങളുമായി ISRO മുന്നേറുകയാണ്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഗഗൻയാൻ പദ്ധതി, അതുപോലെ ചൊവ്വ പര്യവേഷണ വാഹനമായ മംഗൾയാൻ 2, ഇതൊക്കെ എന്താണ്, ISROയുടെ ഭാവി ദൗത്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ചുള്ള ISROയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഏതാണ്, നമ്മുടെ ISRO.government.in എന്ന ആ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്ക് സകല വിവരങ്ങളും അറിയാൻ കഴിയും. ഇനി കലണ്ടർ നോക്കാം. എന്തിനാണ് കലണ്ടർ നോക്കുന്നത്, ചന്ദ്രൻ്റെ അമാവാസി ദിനവും പൗർണമി ദിനവും കലണ്ടറിൽ നോക്കി എങ്ങനെ കണ്ടെത്താം. അപ്പം നിങ്ങൾ കലണ്ടർ നോക്കുകയാണെങ്കിൽ നമ്മുടെ അമാവാസി ദിനവും അതുപോലെ വെളുത്ത വാവ് ദിനവും എന്ത് ചെയ്തിട്ടുണ്ട്, കലണ്ടറിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം കലണ്ടറിൽ അമാവാസി രേഖപ്പെടുത്താനായിട്ട് നമ്മളൊരു കറുത്ത പൊട്ട് പോലെ ഒരു അടയാളവും പൗർണമി രേഖപ്പെടുത്താൻ ഒരു വെളുത്ത പൊട്ടിൻ്റെ അടയാളവുമാണ് ചേർക്കുന്നത്. നൽകിയിരിക്കുന്ന കലണ്ടർ നിരീക്ഷിക്കൂ, ഈ അടയാളങ്ങൾ കലണ്ടറിൽ കാണുന്നില്ലേ. അപ്പോൾ ഈ അടയാളങ്ങൾ കലണ്ടറിലുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരെ എത്താൻ ചന്ദ്രൻ എത്ര ദിവസം വേണമെന്ന് കലണ്ടർ നോക്കി കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ തന്നിട്ടുണ്ട്, ഇതാണ് നമ്മുടെ പൗർണമി എന്ന് പറയുന്നത്, ഇത് കറുത്ത വാവ്. അപ്പോൾ കലണ്ടറിൽ പൗർണമി രേഖപ്പെടുത്തിയ ദിവസം ഏതാണ്, മെയ് 5-ആണ്. ഇനി അമാവാസി രേഖപ്പെടുത്തിയ തീയതി എന്നാണ്, പൗർണമിയാണ്. അപ്പോൾ അമാവാസി രേഖപ്പെടുത്തിയ തീയതി എന്നാണ്, അത് 19-ആണ്. ഇതാണ് ഈ ഒരു 19-ആണ് അമാവാസി രേഖപ്പെടുത്തിയ തീയതി എന്ന് പറയുന്നത്. പൗർണമിയിൽ നിന്ന് അമാവാസിയിലെത്താൻ എടുത്ത ദിവസങ്ങളുടെ എണ്ണം എത്രയാ, പൗർണമിയിൽ നിന്ന് അമാവാസിയിലെത്താൻ എടുത്ത ദിവസങ്ങളുടെ എണ്ണം 15 ദിവസമാണ്. നമ്മൾ എണ്ണി നോക്കിയാൽ മതി, അതിൽ 15 ദിവസം ഉണ്ടാവും. അടുത്ത മാസത്തെ കലണ്ടർ കൂടി പരിശോധിക്കൂ. പൗർണമിയിൽ നിന്ന് തൊട്ടടുത്ത അമാവാസിയിലേക്ക് എത്താൻ ചന്ദ്രൻ എത്ര ദിവസം വേണം. ഇനി പൗർണമിയിൽ നിന്ന് തൊട്ടടുത്ത അമാവാസിയിലെത്താനും എന്ത് വേണം, 15 ദിവസം വേണം. ഇവിടെ പൗർണമിയാണ്, ഈ പൗർണമിയിൽ നിന്ന് തൊട്ടടുത്ത അമാവാസിയിലെത്താൻ എത്ര ദിവസം വേണം, 15 ദിവസം വേണം. ഇനി അടുത്തെന്താണ്, അമാവാസിയിൽ നിന്ന് അമാവാസിയിലെത്താൻ എത്ര ദിവസം വേണം. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് എന്താണ്, 2 കലണ്ടറും പരിശോധിച്ച് ഒരു അമാവാസിയിൽ നിന്ന് തൊട്ടടുത്ത അമാവാസി വരെ എത്താൻ എത്ര ദിവസങ്ങൾ വേണം. അതിന് 30 ദിവസമാണ് വേണ്ടത്.
ഒരമാവാസിയിൽ നിന്ന് അടുത്ത അമാവാസിയിലെത്താൻ ഇവിടെ 30 ദിവസം എടുത്തില്ലേ? അപ്പോൾ ഭൂമിയുടെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ നമ്മുടെ ചന്ദ്രന് എത്ര ദിവസം വേണം? 27/3 ദിവസമാണ് വേണ്ടത്. അപ്പോൾ 27/3 ദിവസം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഭൂമിയെ ഒരു തവണ ആര് പരിക്രമണം ചെയ്യുന്നത്? ചന്ദ്രൻ പരിക്രമണം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ വ്യത്യാസത്തിന് കാരണം? ഇനി അമാവാസി മുതൽ അമാവാസി വരെ നോക്കാം. ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ എത്ര ദിവസം വേണം നമ്മൾ പഠിച്ചിട്ടുണ്ട്? 365.25 ദിവസം വേണം. 365.25 ദിവസം വേണം. അപ്പോൾ ഇവിടെ ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രനുമൊത്ത് എന്ത് ചെയ്യുന്നു? സൂര്യന് ചുറ്റും പരിക്രമണ പാതയിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. ഭൂമിക്കുണ്ടാകുന്ന ഈ സ്ഥാനമാറ്റം കാരണം ചന്ദ്രക്കലകൾ ആവർത്തിച്ചു കാണാൻ ചന്ദ്രന് അതേ പാതയിൽ എന്ത് വേണം? കുറച്ചുകൂടി സ്വാതന്ത്ര്യം വേണം. അപ്പോൾ കുറച്ചുകൂടി സ്വതന്ത്രമായിട്ട് ആര് സഞ്ചരിക്കണം? നമ്മുടെ ചന്ദ്രൻ സഞ്ചരിക്കണം. അപ്പോൾ ഇതിന് എന്ത് വേണം? 2 ദിവസത്തിലധികം സമയം വേണ്ടി വരും. അപ്പോൾ സാധാരണ എന്താണ് ഒരു 30 ദിവസം. അതുകൊണ്ടാണ് കറുത്തവാവ് മുതൽ അടുത്ത കറുത്തവാവ് വരെ ഏതാണ് കറക്റ്റ് പറഞ്ഞാൽ എത്ര ദിവസമാണ്? 29.5 ദിവസമാണ്. പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മൊത്തത്തിൽ ടോട്ടൽ പറയുമ്പോൾ 30 ദിവസം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഇതിങ്ങനെയും തരാം, 29.5 ദിവസം വേണം എന്ന് പറയാം. അപ്പോൾ ഒരു അമാവാസി മുതൽ അടുത്ത അമാവാസി വരെ എന്താണ് അല്ലെങ്കിൽ ഒരു കറുത്തവാവ് മുതൽ അടുത്ത കറുത്തവാവ് വരെ എന്ത് ചെയ്യാനായിട്ട് സഞ്ചരിക്കാൻ ചന്ദ്രൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 29.5 ദിവസമാണ്. അപ്പോൾ കലണ്ടറിൽ തുടർന്നുള്ള മാസങ്ങൾ കൂടി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ വിലയിരുത്താം എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ചിത്രം നിരീക്ഷിക്കൂ. ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രൻ്റെ പരിക്രമണ പാത പരിശോധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താന്ന് നോക്കാം. നമുക്ക് നോക്കാം. ചന്ദ്രഗ്രഹണം തുടങ്ങുന്ന സ്ഥാനം എവിടെയാണ്? ചന്ദ്രഗ്രഹണം തുടങ്ങുന്ന സ്ഥാനം എവിടെയാണ്? അത് നമുക്ക് ഈ ചിത്രത്തിൽ ഏതാണ്? ആണ്. ബിയിലാണ് ചന്ദ്രഗ്രഹണം തുടങ്ങുന്നത്. ചന്ദ്രഗ്രഹണം പൂർണ്ണമാവുന്നത് എവിടെ വരുമ്പോഴാണ്? ചന്ദ്രഗ്രഹണം പൂർണ്ണമാവുന്നത് സിയിൽ വരുമ്പോഴാണ്. ഇനി ചന്ദ്രഗ്രഹണം അവസാനിക്കുന്നത് എവിടെ വെച്ച് വരുമ്പോഴാണ്? ചന്ദ്രഗ്രഹണം ഇയിൽ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ചിത്രം നിരീക്ഷിച്ച് താഴെ കൊടുത്ത പട്ടിക ഉചിതമായ രീതിയിൽ വരച്ച് യോജിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ചന്ദ്രൻ ഡി എന്ന സ്ഥാനത്തെത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ എന്താണ്? ഡിയിൽ വരുമ്പോൾ അമാവാസിയാണ്. ചന്ദ്രൻ ഇ എന്ന സ്ഥാനത്തെത്തുമ്പോൾ അവിടെ എന്താണ്? ചന്ദ്രൻ ഇയിലെത്തുമ്പോൾ അവിടെ ഇവിടെ നോക്കാം നമുക്ക്. ഇവിടെ ഈ തന്നിട്ടുണ്ട്. അപ്പോൾ ഇയിലെത്തുമ്പോൾ എന്താണ്? അവിടെ പൗർണമിയാണ്. ഇനി ചന്ദ്രൻ എഫിലെത്തുമ്പോഴാണ് നമ്മൾ പറയുന്നത്. ചന്ദ്രൻ എഫിലെത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അപ്പോഴവിടെ പൂർണ്ണചന്ദ്രനാണ്, പൗർണമിയാണ്. ഇവിടെ ഇങ്ങനെ നമുക്ക് ഇവിടെ വരച്ചിങ്ങനെ ചേർക്കാം. ഇതുപോലെ നമ്മുടെ ഡിയിലാണെങ്കിൽ എന്താണ്? ഇവിടെ തന്നിട്ടുണ്ട് അമാവാസിയാണ്. ഈലാണെങ്കിൽ അർദ്ധചന്ദ്രനാണ്. ഇനി ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ശരിയായവ ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സൂര്യപ്രകാശം പതിക്കുന്ന ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും കാണാൻ കഴിയുന്ന ദിവസമാണ് പൗർണമി. അപ്പോൾ സൂര്യപ്രകാശം പതിക്കുന്ന ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണമായും കാണാൻ കഴിയുന്ന ദിവസമാണ് പൗർണമി. അത് ശരിയാണ്. വൃദ്ധിയിലെ അർദ്ധചന്ദ്രൻ സൂര്യാസ്തമയ സമയത്ത് തലയ്ക്ക് മുകളിൽ ദൃശ്യമാകും. അതും ശരിയാണ്. ചന്ദ്രൻ്റെ പരിക്രമണ കാലയളവും വൃദ്ധിക്ഷയം ദൃശ്യമാകുന്ന കാലയളവും തുല്യമാണ്. അപ്പോൾ ചന്ദ്രൻ്റെ പരിക്രമണ കാലയളവും വൃദ്ധിക്ഷയം ദൃശ്യമാകുന്നതും തുല്യമാണോ? അല്ല. അപ്പോൾ അവിടെ തെറ്റാണ്. കറുത്തവാവ് ദിവസം മാത്രമേ സൂര്യഗ്രഹണം സംഭവിക്കൂ. ശരിയാണ്. ഇനി വെളുത്തവാവ് ദിവസങ്ങളിൽ മാത്രമേ ചന്ദ്രഗ്രഹണം സംഭവിക്കൂ. അതും ശരിയാണ്. ഇനി എന്താണ്? എല്ലാ പൗർണമി ദിവസങ്ങളിലും ചന്ദ്രഗ്രഹണം ഉണ്ടാകും.
അതും ശരിയാണ്. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. ഇനി തുടർ പ്രവർത്തനങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കാം. സൂര്യഗ്രഹണം എങ്ങനെയെല്ലാം സംഭവിക്കുന്നു എന്നറിയാൻ നമുക്കൊരു പ്രവർത്തനം, ഇത് കുട്ടികൾക്കുള്ള ഒരു പ്രവർത്തനമാണ്. അതിന് ഫുട്ബോളൊക്കെ വെച്ചിട്ട് ഒരു പ്രവർത്തനം നടത്തുന്നതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ആകാശവിസ്മയങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ